नमस्ते, सबका स्वागत। प्यारे बच्चों, पिछले क्लास में हम पुल बनी थी माँ नामक कविता की पहली पंक्तियाँ पढ़ते थे। आपको याद है ना? तो बताओ, पुल बनी थी माँ से क्या तात्पर्य है? हाँ, पुल दो किनारों को आपस में जोड़ता है। उसी प्रकार माँ भी परिवार के सदस्यों को जोड़ने वाली एक कड़ी है। ओके, कविता पुल बनी थी माँ। कवि कौन है? नरेंद्र पुंडरीक। हमें आगे जाएं। पढ़ो दूसरे छंद। पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि बूढ़ा रही है माँ। അതായത് പിതാക്കെ ബാദ് ഹം ഭായിയും കെ ബീച്ച് പുൽ ബനി മാ. അച്ഛന് ശേഷം ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പാലമായി അമ്മ. അച്ചാനക് നഹീ ടൂട്ടി, പെട്ടെന്ന് തകർന്നില്ല. ധീരെ ധീരെ ടൂട്ടുത്തി രഹി, മെല്ലെ മെല്ലെ തകർന്നുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ കി ബൂഢാ രഹി ഹേ മാ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, അംഗീകരിച്ചു കൊണ്ടിരുന്നു, വൃദ്ധിയായിക്കൊണ്ടിരിക്കുന്നു അമ്മ. अतः पिता के चल बसने के बाद भी भाइयों के बीच माँ पुल बनी रही. माँ धीरे धीरे टूटने लगी. मानसिक रूप से वो धीरे धीरे कमज़ोर होती गई. उसके शरीर पर बुढ़ापे का असर दिखने लगा. बच्चे यह मानते रहे कि माँ बूढ़ा रही है. അതായത് അച്ഛന് ശേഷവും അമ്മ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിക്കൊണ്ടിരുന്നു. പിന്നെയോ അമ്മ മെല്ലെ മെല്ലെ തകരാൻ തുടങ്ങി. മാനസികമായിട്ട് അമ്മ ദുർബലമാവാൻ തുടങ്ങി. അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ പ്രഭാവം കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മക്കൾ മനസ്സിലാക്കുകയാണ് അമ്മയ്ക്ക് വാർദ്ധക്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. देखो तीसरा छंद. माम के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. अतः माम के बार बार कहने को हम मानकर चलते रहे. അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള വാക്കുകളെ ഞങ്ങൾ കരുതിപ്പോയിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂഢെ ഹോനെ കി ആദത്ത് ഔർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ട്തി രഹി മാ, അവരുടെ വാർദ്ധക്യത്തിലെ ശീലമായി തൻ്റെ ഓരോ ശബ്ദത്തിലും പതിയെ പതിയെ തകർന്നു കൊണ്ടിരുന്നു അമ്മ. अतः एक ही बात को माँ बार बार कहने लगी. बच्चे इस आदत को उनके बढ़ते हुए बुढ़ापे की निशानी मानकर जीने लगे. माँ की आवाज़ कमज़ोर होती रही. वो धीरे धीरे दुर्बल होती रही. അതായത് ഒരു കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അമ്മയുടെ ഈ ഒരു ശീലത്തെ മക്കൾ അമ്മയുടെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങി. അമ്മയുടെ ശബ്ദമെല്ലാം ദുർബലമായിക്കൊണ്ടിരുന്നു. बच्चों, यहाँ माँ बूढ़े होने की आदत क्या है? एक ही बात को बार बार कहना. नेक्स्ट देखो. हाथों हाथ रहती माँ, एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. സംരക്ഷിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം അപ്നെ വൃഷഭ് കന്ധോ മേ മാം കാ ഭാരി ഹോന. പതിയെ പതിയെ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ദൃഢമായ ചുമലുകളിൽ അമ്മ ഒരു ഭാരമാകുന്നത്. अतः बच्चों के प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. धीरे धीरे बच्चों के सशक्त कंधों में माँ बोझ बन गई. നോക്കൂ, ഇത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മക്കളെ വളർത്തി വരുന്ന അമ്മ ഒരു ദിവസം മക്കളുടെ ആശ്രയത്തിലാവാണ്. അമ്മയ്ക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വരികയാണ്. മെല്ലെ മെല്ലെ മക്കൾക്ക് അവരുടെ ദൃഢമായ ചുമലുകളിൽ അമ്മയെ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യാണ്. यहाँ भारी का मतलब बोझ.
ഭാരം. വൃഷഭ് കന്ധ സശക്ത് കന്ധ, ദൃഢമായ ചുമല്. देखें अंतिम छंद. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തേ രഹേ അപ്നെ കന്ധെ. അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം ഞങ്ങൾ മാറി മാറി ചുമന്നുകൊണ്ടിരുന്നു. മാ ആഹിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം അമ്മ തന്നെയായി. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ് ഹമാരെ കന്ധോം സേ ഉത്തർ ഗയി മാ, വീണ്ടും വീണ്ടും ഞങ്ങൾ ഭാരം മാറുന്നത് കണ്ട് ഞങ്ങളുടെ ചുമലിൽ നിന്നും അമ്മ ഇറങ്ങിപ്പോയി. और माम के कंधों से उतरते ही उतर गए हमारे कंधे. അമ്മയുടെ ചുമലിൽ നിന്നും ഇറങ്ങിയതോടെ ഞങ്ങൾ ദുർബലരായി. अतः जब तक बूढ़ी माम जीवित रही बच्चे माम की देखरेख की जिम्मेदारी एक दूसरे के कंधों पर डालते रहे. सारी जिंदगी बच्चों के लिए जीने वाली माँ बुढ़ापे में बच्चों के लिए भार बन गई. पर माम का मातृत्व बच्चों की इस कठिनाई को सह नहीं पाया. वो स्वयं उनकी कंधों से उतर गई, यानी उसका अंतिम प्रयाण हो गया. माम के अभाव में बच्चे निराश्रय बन गए. അതായത് ബോഡിമാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മക്കൾ അമ്മയെ നോക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വാർദ്ധക്യമായപ്പോൾ മക്കൾക്ക് ഒരു ഭാരമായിട്ട് മാറി. അമ്മയുടെ മാതൃത്വത്തിന് മക്കളുടെ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റിയില്ല. അവർ സ്വയം അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നുവെച്ചാൽ അന്തിം പ്രയാണ ഹോ ഗയ. അവസാനം അമ്മയുടെ അഭാവത്തിൽ മക്കൾ നിരാശ്രയരായി. ചോ ഇतना है हमारी कविता पुल बनी थी माँ. ये भी पढ़ो. एक तेरा ही प्यार सच्चा है माँ, औरों की तो शर्तें ही बहुत है. അമ്മയുടെ സ്നേഹം അതാണ് യഥാർത്ഥ സ്നേഹം. മറ്റുള്ളവരുടെ സ്നേഹത്തിന് മുന്നിൽ വളരെ നിബന്ധനകളുണ്ട്. तो प्यारे बच्चों, हमेशा अपने माँ बाप से प्यार करो. इतना है. धन्यवाद.